എന്ത് ചെയ്യൂന്ന് പറ. ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഇവനെ ഒരിക്കലും കിട്ടൂല. അല്ലെങ്കിൽ വിളിച്ച് പറയും അനാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കൊച്ചമ്മ എന്തോ കൊച്ചമ്മ അവിടെ വിഷയം. എന്താടാ രാവിലെ രണ്ടും കൂടെ അങ്ങ് തുടങ്ങുമോ? അല്ല നിനക്ക് അവന്റെ വായ ഇരിക്കുന്നത് കേട്ടില്ലെങ്കിൽ ഉറക്കം പറ്റൂലേ? കൊച്ചമ്മ അതല്ല, ഒരു ആവശ്യം നോക്കിയാൽ ഈ സുഖനെ കാണും ഇല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ ഉടനെ വിളിച്ചു ചോദിച്ചോളും കൊച്ചമ്മ എന്തെങ്കിലും ആവശ്യമുണ്ട്. അനാവശ്യ കാര്യമൊക്കെ അവ ഇടപെടാൻ പറ്റും. ഒരു കീഴാർന്നല്ലേ തേടി ഞാൻ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ചു തരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ വിളിച്ച സുഖ അനക്കവും ഇല്ല. അത് അവിടെ ഇല്ല. കീഴാർന്നല്ലയോ? അത് ആർക്ക് കീഴാർന്നല്ലേ? മാമിക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട്. മാമിക്കാ? ഓ കീഴാർന്നല്ലി ഇട്ടിട്ടേ ഞാൻ തിളപ്പിച്ച് ഒരു കൂട്ടൊക്കെ റെഡിയാക്കി ഞാൻ തലയിലത്തേക്ക് എണ്ണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴത്തേക്കും പെൻഷന്റെ കാശ് കുറച്ച് എനിക്ക് ഇങ്ങോട്ട് തരും. നിനക്ക് എത്ര കിട്ടും കീഴാർന്നല്ലി എണ്ണ ഉണ്ടാക്കി കൊടുക്കുക? ഒരു 1000 രൂപ വരും. അത്രേ ഉള്ളൂ. അല്ലാതെ നീ വല്ലതും അടിച്ചു മാറ്റുമോ? ഒരു 400 രൂപ അടിച്ചു മാറ്റാം, അത്രേ ഉള്ളൂ. പെൻഷൻ എത്ര? 1600. 1600. ബാക്കി എന്തുകൊണ്ടാ മാമിക്ക്? 200 രൂപ മാമിക്ക് കൊടുക്കും. 200 രൂപ കൊടുക്കും. 200 രൂപ മാമിക്ക് കൊടുക്കും. 1400 രൂപ നീ ഒരു എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നതിന് എടുക്കും. അതെ കൊച്ചമ്മ, അത്രയും ബുദ്ധിമുട്ടല്ലേ? മനസ്സടാ, ഈ അനന്തരമാരൊക്കെ ഇങ്ങനെയാണെങ്കിലേ ലോകം എന്നേ നന്നായി പോര്. 1600 രൂപ പാവത്തിന് പെൻഷൻ, 1000 എണ്ണ, 400 രൂപ അടിച്ചു മാറ്റും. അതെ കൊച്ചമ്മ, 200 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അത് പറഞ്ഞില്ല. അത് ഏത് കാശ്? പെൻഷന്റെ കാശ് തന്നെ. അവരുടെ കാശ് തന്നെ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ അങ്ങോട്ട് 200 കൊടുക്കും. നീയൊക്കെ ഭയങ്കര തന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ കൊച്ചമ്മ. ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് അമ്മയ്ക്കും കുറച്ച് മാമിക്കും കൊടുക്കുന്നുണ്ട്. അത് കൊച്ചമ്മ അറിഞ്ഞില്ലല്ലോ. അയ്യോ, ഇതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? നീയല്ലേ പറയുന്നത്. അല്ല, അമ്മയെ വിളിച്ച് ചോദിച്ചു നോക്കണം കൊച്ചമ്മ. അയ്യോ അമ്മേ, കുറച്ച് വെള്ളം കുടിക്കമ്മ. ഇതെന്താ? ചൂടല്ലേ, നല്ല തണുപ്പുണ്ട്. എന്നാ കുടിക്കേ. കുടിച്ചോ? കുടിക്കാം. മറ്റന്നാ കൊച്ചിയിൽ ബിയോണ്ട് സ്വീറ്റ്സിന്റെ ഡീലർ മീറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ചന്ദ്രാസൻ ഗ്രൂപ്പിനാ. വെരി ഗുഡ്. അല്ല അപ്പൊ ഇതിനാരാ പോന്നെ? ഞാൻ ഇപ്രാവശ്യം പോകുന്നുണ്ട്. പോകുന്നുണ്ടോ? പിന്നെ ലക്ഷ്മിയെ മോളെയും കൂടെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഓ അത് ശരി. കൊച്ചിയിലെ ലേ മെറിഡിയനില്ലേ, അവിടെ വെച്ചിട്ടാ മീറ്റിംഗ്. ആണോ? പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പെർഫോം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല വെക്കേഷൻ അല്ലേ, അവക്കൊരു സന്തോഷമാണ് ആമയ്ക്ക്. എല്ലാരും കൂടെ പോയിച്ചോ കേട്ടോ. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ഒരു ഐഡിയ പറയാം. പ്രസവനും ലക്ഷ്മി കുഞ്ഞും കൂടെ ഒരു പാട്ട് പാടാം. വേണമെങ്കിൽ വരികൾ ഞാൻ എഴുതി തരാം. വേണ്ട, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്ലാനിങ്ങിലാ അല്ലേ ഏട്ടാ? പിന്നെ മൊത്തത്തിന്റെ വരി കിട്ടിയിട്ടാണല്ലോ. പ്രസവന് ഒരു ആഗ്രഹം ഉള്ളതുപോലെ ഉണ്ട് കേട്ടാ. ഇല്ല, എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഞാൻ സമ്മതിക്കൂല. ശരി. ഈ സോപ്പ് നാരങ്ങ വെള്ളം കേട്ടിട്ടുണ്ടോ? ഇല്ല കൊച്ചമ്മ. എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ കേട്ടില്ല. എന്തോ കേട്ടിട്ടില്ല? പറയാം. അതാണ് ഇതൊന്ന് ഒപ്പിച്ച് കിട്ടാനാണ് രാവിലെ എനിക്കൊരു സോപ്പ് നാരങ്ങ വെള്ളമായിട്ട് വന്നത്. മനസ്സിലായോ? സോപ്പ് അല്ല, നാരങ്ങ വെള്ളമല്ല. ഞാനും നാരങ്ങ വെള്ളത്തിൽ സോപ്പ് വീട്ടിൽ കൊണ്ടുവരട്ടാ. അല്ല, എനിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തോ നിന്റെ ആവശ്യം? അല്ല കൊച്ചമ്മ, ഞാനേ 2 ദിവസം മാമിയുടെ വീട്ടിൽ ചെന്നിക്കാൻ ഈ കാച്ചി എണ്ണയും കൊണ്ട് കൊടുത്ത് അതുപോലെ തന്നെ അതിന്റെ പെൻഷൻ കാശൊക്കെ വാങ്ങിച്ചെങ്കിൽ പോരായിരുന്നു. അയ്യോ, കാശൊക്കെ എത്ര വേണേലും ഞാൻ തരാം. പക്ഷെ ലീവ് അതിപ്പോ നടക്കത്തില്ല. അവര് പോവാ. അപ്പൊ എന്നെ ഒരു ചക്ക ഇതൊക്കെ ആക്കിയല്ലേ? എല്ലാത്തിനും ഇത് തന്നെ. സോപ്പിടുക, കാര്യം സാധിക്കുക. തന്നെ താൻ ചിരിച്ചോളുകയും ചെയ്യും. മുത്തു, ഒരു ചായ ഇട്ട് തരാനും പറഞ്ഞ ആളില്ലല്ലോ ഇവിടെ. എത്ര നേരമായി പറഞ്ഞിട്ട്? അയ്യോ, എവിടെയായിരുന്നു മുത്തു? ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? കുഞ്ഞല്ലേ പറഞ്ഞത് എന്റെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഛർദിൽ വരും. അതും ചിലരിട്ട് തരുന്ന ചായ കുടിക്കുമ്പോഴാ ഛർദിക്കാൻ വരുന്നത്. കേട്ടോ മുത്തുവണ്ണ, എനിക്കാണെങ്കിലേ ചിലരെ കാണുമ്പോ ഛർദിക്കാൻ വരും. അതെന്താ അങ്ങനെ?
എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? ചേച്ചിക്ക് മനസ്സിലായിരുന്നാ? ആ അപ്പൊ എനിക്ക് തെറ്റിയില്ല. പിന്നെ അതെ അതെ, ഒന്ന് നിർത്തോ. നിങ്ങളെ ഒരുമാതിരി ഈ ക്രിക്കറ്റ് കളിക്കാരെ കണക്കാണ്. കൊട്ടി കൊട്ടി നിൽക്കും. അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കൂല, ഔട്ടാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടാവൂല. കണ്ടുകൊണ്ടിരിക്കുന്ന കമന്ററി ആയിട്ട് ബോറടിക്കും. ഒന്ന് നിർത്ത്, അതാണ് നല്ലത്. അയ്യോ എന്റെ മുത്തു, ഇനി കൊട്ടാനും തട്ടാനും ഒന്നും ഞാനില്ല. അതെന്ത്? ഞങ്ങള് കൊച്ചിക്ക് പോവല്ലേ. അവിടെ ഇന്റർനാഷണൽ മീറ്റിംഗ്സ്, എന്തൊക്കെ കാര്യങ്ങളാ. പിന്നെ എനിക്ക് എവിടെ ഇതിനൊക്കെ സമയം? അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ടില്ല. ഏയ് എന്താ മുത്തു ഈ പറയണേ? എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട്? ആദ്യം ഫ്ലൈറ്റിന് അവിടെ പോയി ഇറങ്ങണം. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാനില്ലേ? മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി പാലസ്, പിന്നെന്താ വണ്ടർല, കുറെ സ്ഥലങ്ങളുണ്ട്. ഡീലർ മീറ്റിംഗ്. സ്ഥലമല്ല, ഈ കമ്പനിയുടെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞതാ. പിന്നെ ഈ പറഞ്ഞ പോലെ പൂത്ത അച്ചാറും എന്താണ് ഉണക്കമീനും ഒക്കെ വിറ്റ് നടക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. അതിവിടെയാണ്. മുത്തുണ്ണ, ഒരു പഴഞ്ചൊല്ലുണ്ടേ, കൊച്ചി കണ്ടവന് അച്ചു വേണ്ട. മിക്കവാറും പ്രക്ഷോഭണനെ ഇവിടുന്ന് അച്ചിയെ കൊണ്ടുപോകുമ്പോഴേ അവിടെ ഒന്ന് കളഞ്ഞിട്ടേ വരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പ്രക്ഷോഭേട്ടൻ അങ്ങനത്തെ ആളൊന്നും അല്ല. എന്നെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു കഴിയാ എന്റെ ഏട്ടൻ. അല്ലാതെ നിന്റെ കെട്ടിയവനെ പോലെ വല്ല പെണ്ണുങ്ങളുടെയും പുറകെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നടക്കുന്നവനൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അല്ലേ പ്രക്ഷോഭേട്ടന് ഏതോ പെണ്ണിന്റെ പുറകെ അതല്ലല്ലോ പറഞ്ഞത്. അതല്ല പറഞ്ഞേ. സീരിയലിലെ പ്രകാശ് രാജ് ഇല്ലേ, അത് അയാളെ ഏതോ പെണ്ണിന്റെ പുറകെ നടക്കുന്ന അതാണ്. മുത്ത് സീരിയൽ കാണാത്തോണ്ടാ. അത് തന്നെയാണോ പറഞ്ഞേ? വെള്ളം ഒരുപാട് കുടിക്കും ഇങ്ങനെയാണെങ്കിൽ. പ്രതീക്ഷയുടെ കേൾക്കാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ നിങ്ങളെ കൊച്ചിയിൽ പറന്നു പോയേനെ. അയ്യോ, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിലാ പറന്നു പോകാൻ പോകുന്നത് കേട്ടോ. എന്താ ഇതായിരുന്നു കണ്ടിട്ട് കൊറേ പോവും. എന്താണോ സുരഭി തന്റെ മുഖത്തൊരു ആവശ്യമില്ലാത്ത ഗൗരവം കിടപ്പുണ്ടല്ലോ? ഗൗരവോ? എന്ത് ഗൗരവം? ഒരു ഗൗരവം ഇല്ല. സുരഭി ആരോടെ കള്ളം പറയുന്നത്? തന്റെ മുഖത്തൊരു ഗൗരവം വന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലണ്ണാ. കാര്യം പറയണം. അയ്യോ ഒന്നുമില്ല. പറ അണ്ണാ, ഒന്നുമില്ല അണ്ണാ. ശരി, താൻ ഇച്ചിരി ഒരു വഴക്ക് നടന്നായിരുന്നല്ലേ? ഓ അതാണ്. അല്ല, ആ വഴക്ക് നടക്കുന്ന ഇടയ്ക്ക് ഞാൻ കയറി വന്നപ്പോഴേ എന്നെ കുറിച്ചാണല്ലേ പറഞ്ഞോണ്ടിരുന്നത്? ഏതോ പെണ്ണിന്റെ പുറകെ പോയൊക്കെ. അയ്യോ അന്നെ പറ്റിയല്ലോ പറഞ്ഞത്. അതെന്താണെന്നറിയുമോ, എറണാകുളത്ത് പോണെന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി ചേച്ചി? അതിന് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അടുക്കളയിട്ട് വന്നതാ. പിന്നെ പറയുന്നു എറണാകുളത്ത് പോയി കഴിഞ്ഞാലേ ഈ പെണ്ണുങ്ങളുടെ പുറകെ ആണുങ്ങൾ നടക്കുന്നു. ആണോ അണ്ണാ? അങ്ങനെയായിരുന്നല്ലേ? ഓ, സുരഭിക്ക് കള്ളം അത്യാവശ്യം നല്ല രീതിയിൽ പറയാനൊക്കെ അറിയാം. കള്ളം നന്നായിട്ട് അറിയാന്ന്. കൊച്ചിലെ കള്ളം നന്നായിട്ട് പറയും. ശീലിച്ചതാ. അച്ഛനാണെങ്കില് പണ്ട് ആൾക്കാരെ ഇന്ന് കുറെ പൈസ കടം വാങ്ങിക്കും. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വീട്ടിൽ വരുമായിരുന്നു. ഞാനാണ് ഇടപെടുന്നത്. ഈ വരുന്നിടത്തൊക്കെ ഞാൻ പറയും അച്ഛൻ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയാണ്, കിടപ്പിലാണ്, പോയിട്ട് പിന്നെ വാ എന്നൊക്കെ. പിന്നെ പറഞ്ഞ് ആൾക്കാർക്കേ മനസ്സിലായി തുടങ്ങി ഞാൻ പറഞ്ഞ മൊത്തം കള്ളമാണെന്ന്. പിന്നെ അത് ഏക്കാതെയായി. പിന്നെ അടിയായി, വഴക്കായി, ഭയങ്കര ബഹളോ. അപ്പോഴേക്കും ഞാൻ വിചാരിക്കും ചെന്ന് കയറുന്ന വീട്ടില് അടിയും ബഹളം ഒന്നും കാണില്ലേ ഈശ്വരാന്ന്. അടിയോടെ എന്നിട്ട് ചെന്ന് കയറിയ വീട്ടിലാണെങ്കിൽ വഴക്കിന്റെ സംസ്ഥാന സമ്മേളനം അല്ലേ? സുരഭി, എന്തോ ഈ എറണാകുളത്ത് നടക്കുന്ന മീറ്റപ്പിനെ നമുക്കൂടെ പോയാലോ? അയ്യോ അത് വേണ്ടാ. നമ്മൾ പോയി കഴിഞ്ഞ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ. അമ്മ ഒറ്റയ്ക്കാവും. പക്ഷെ സുരഭി ഇതുപോലത്തെ മീറ്റപ്പിനൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇതുപോലെ തന്നെ അല്ല, ഞാൻ തിരുവനന്തപുരം വിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ല. പോയിട്ടുണ്ട്. എവിടെ? പുനലൂരെ തൂക്കുപാലം കാണാൻ. തൂക്കുപാലോ? സ്കൂളിൽ നിന്ന് കൊണ്ടുപോയത്. അത് രസാ. സസ്പെൻഷൻ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയത്. അത് ഭയങ്കര രസമാണ് കേട്ടാ. സ്കൂളിൽ പഠിച്ചപ്പോ നമ്മൾ ഈ വീഡിയോ കോച്ച് ഉണ്ടല്ലോ, മറ്റേ വണ്ടി. അപ്പൊ അറിയാം, മനസ്സിലായി? ടൂറിസ്റ്റ് ബസ്, മിനി ബസ്. അതിൽ ഞങ്ങൾ എല്ലാരെയും കൂടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയായിരുന്നേ. എനിക്കായിരുന്നു ഭയങ്കര ഇഷ്ടം പോവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ബസ്സിനകത്ത് കളിയും ചിരിയും ബഹളമായിട്ടൊക്കെ പോയി തൂക്കുപാലത്തിന്റെ അവിടെ പോയി ഇറങ്ങിയപ്പോ ഞാൻ ദാ കിടക്കണ തറയില് കാല് വിളിക്കി പോയിന്ന്. അങ്ങനെ എനിക്ക് തൂക്കുപാലത്തൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ബസ്സിന്റെ ബാക്കിൽ ഒറ്റയ്ക്ക്, എല്ലാരും പോയപ്പോ ഞാൻ ബസ്സിന്റെ ബാക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു. ഈ കാലുളക്കിയത് വീണിട്ടായിരിക്കുമല്ലോ?
വീഴ്ചകൾ സ്വരൂപിക്കുന്ന ഒരു പതിവല്ലേ? വീഴ്ചകൾ എനിക്ക് എന്നും പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ വിധിയ. സുരഭി, എടോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എന്റെ ലക്ഷ്മി, നീ ഇത് എന്തോന്നൊക്കെ കാണിക്കണത്? വല്ല ഫാഷൻ ഷോ ഉണ്ടോ? ഫാഷൻ ഷോ ഒന്നും അല്ല ഏട്ടാ, കണ്ടോ? നാളത്തെ മീറ്റിങ്ങിന് ഷൈൻ ചെയ്യാനുള്ള പരിപാടി അച്ചായി കാണുന്നേ. നാളത്തെ ഡീലർ മീറ്റിങ്ങിനെ അവിടെ അടിച്ചു പൊളിക്കുന്നത് ഞാനായിരിക്കും, നോക്കിക്കോ. വേറൊരു ആഗ്രഹം കൂടി അമ്മയ്ക്കുണ്ട്. നാളത്തെ മീറ്റിങ്ങിന് ബെസ്റ്റ് പെർഫോമർ അവാർഡാ? അത് അമ്മയ്ക്ക് കിട്ടണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. എടി, അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തെ? നാളെ നമ്മുടെ കമ്പനിക്കല്ലേ അവാർഡ് കിട്ടുന്നേ, അപ്പോ ഞാൻ കയറി വാങ്ങും അവാർഡ്. നാളെ ഏത് കമ്പനിയിലെ ഡീലർ മീറ്റിംഗ് ആണെന്ന് അറിയാം? അതറിഞ്ഞൂടാ. നമ്മുടെ കമ്പനി അവരുടെ ഏത് പ്രോഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യണേന്ന് അറിയാമോ? പിന്നെ എന്തോന്ന് മണ്ണാങ്കട്ട ഇറങ്ങിട്ട് അങ്ങോട്ട് അവാർഡ് വാങ്ങിക്കാൻ പോണത്? എന്റെ ഏട്ടാ, ഇല്ല, ഒരു അവാർഡ് വാങ്ങുന്ന എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? അപ്പൊ ആ പ്ലാനും പൊട്ടിയിട്ടൊന്നുമില്ല. എടി, അതല്ലേ ഞാൻ പറഞ്ഞത്, ഏട്ടൻ സ്റ്റേജിൽ കയറുമ്പോ ഞാനും കൂടെ കയറുന്നു. എന്തൊരു സുഖം. എടി മതിയടി, വലിച്ചു വാരി ഓരോന്നും എടുത്തിടാതെ വന്ന് കിടക്കാൻ നോക്കും. നാളെ രാവിലെ എണീക്കേണ്ടല്ലേ? ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് കണ്ണാടി പോലെ തിളങ്ങുന്ന കണ്ടോ ഏട്ടാ? കണ്ടാ തിളങ്ങുന്നില്ലേ? പിന്നെ നിനക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറെന്ത് കാര്യമാണെന്ന് എനിക്ക് അറിയാം. ഏട്ടന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞൂടെ? എന്താ? നമ്മൾ യാത്രക്ക് പോകുമ്പോ എന്റെ അമ്മയും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടോണ്ടാന്നല്ലേ? അത് നടക്കൂല ഏട്ടാ. അത് നടക്കൂല. അത് തന്നെ, നമ്മുടെ യാത്രക്ക് നമ്മുടെ കൂടെ അമ്മ വേണം. എന്റെ അമ്മ വേണം എന്റെ കൂടെ എല്ലാത്തിനും. ഉണങ്ങുന്നില്ലല്ലോ. ഞാൻ കിടന്നോളാം, ഇതൊന്നും ഉണങ്ങിയിട്ട്. കിടന്നോളാം. ഏട്ടാ, ഇപ്പൊ ഇച്ചിരി മാറ്റം ഉണ്ടോ? എല്ലാവർക്കും അസൂയ. ഇത്ര നാളെ ഏട്ടൻ എന്നോട് അസൂയ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഏട്ടനും തുടങ്ങി. ഇത്ര കഷ്ടം നോക്കുന്നത്. ഉറങ്ങിയാ അമ്മി? നോക്കിയേ, ഇപ്പൊ മാറ്റം ഉണ്ടോ? എന്റെ പൊന്നു ലക്ഷ്മി, ഒന്ന് കിടന്ന് ഉറങ്ങ്. കണ്ണാടി പോലെ തിളങ്ങണേ. ലക്ഷ്മി, ലക്ഷ്മി, എടി എണീക്ക്, രാവിലെ പോണ്ടേ? ലക്ഷ്മി, എടി രാവിലെ പോണ്ടേ നമുക്ക്? എണീക്ക്. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങട്ടെ. എന്തുവേട്ടേ പറയുന്നേ? ഞാൻ ലക്ഷ്മിയാ. കുറച്ചുകൂടെ കിടന്നുറങ്ങിയാ പോരും. ഇതെന്തോന്നടി ഇത്? എന്ത്? കണ്ണാടിയിലൊന്നും പോയി നോക്കാൻ വയ്യ. എന്താ?
കരയാതെ, നമുക്കൊരു സ്കിൻ ഡോക്ടറെ കാണിക്കാം. ഞാൻ എങ്ങനെ പുറത്തിറങ്ങ്? അയ്യോ, അവര് വരുന്നു. തുറക്കല്ലേട്ടോ, തുറക്കല്ലേ. എന്നെ ഈ കോലത്തിൽ ആരും കാണണ്ട. തുറക്കാതെ എങ്ങനെ ശരിയാവും? തുറക്കണ്ട, ഞാൻ സമ്മതിക്കൂല. ഞാൻ പറയുന്ന കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ ആരും കാണണ്ട. ഞാൻ പറയുന്ന കേക്ക്. ഇതിപ്പോ വീട്ടിലുള്ളവരല്ലേ, പുറത്തുള്ളവരല്ലല്ലോ. നീ നില്ല്. വേണ്ട കേട്ടോ. ഞാൻ പറയുന്ന കേക്ക്, നീ സമാധാനം. ഞാൻ എങ്ങനെ ഇവരുടെ മുന്നിൽ ഈ കോലത്തിൽ? അയ്യോ, അയ്യോ, ഒരു കാണോ. എന്തോ ഏട്ടത്തിന്റെ ആമിമോളോ സൗണ്ട് കേട്ടല്ലോ. എന്നാ സംഭവം എന്തു പറ്റി? അത് എന്നാ മോളെ? എന്താ അമ്മി? വാ അമ്മേ, വാ. അമ്മ വിട്. വാ അമ്മേ. അമ്മ ഇല്ല, വാ. ഞാൻ വരൂല. ഏട്ടത്തിന് കൈമുത്തിയേക്കുന്ന ഏട്ടാ, ഏട്ടത്തിനെ തല്ലിയാ? എടാ, ഇത് അതൊന്നും അല്ല പ്രശ്നം. പിന്നെ ആമി എന്താ ആമി? അമ്മ ഫേസ് ക്രീം ഇട്ടാണ്ട് അലർജിയാ. ഫേസ് ക്രീം ഇട്ട അലർജിയോ? വാ അമ്മ. ഏട്ടത്തി കൈ മാറ്റിക്ക്. ഇല്ല, കൈ മാറിയില്ല. അമ്മ വിട്, അമ്മി. കൈ മാറ്റി. ഇല്ല, ഞാൻ മാറില്ല. അമ്മി വേണ്ട, അമ്മി വിട്. ലക്ഷ്മി, ചേച്ചി ഒന്ന് കാണിക്ക്. അയ്യോ, എന്റെ പൊന്നേ, സീനാണല്ലോ. ഏട്ടത്തി ഏട്ടൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, കണ്ട ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്ട്സ് ഒന്നും മുഖത്തിടരുതെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? പെട്ടെന്ന് മാറും ചേച്ചി. അതിന് നല്ല ഡോക്ടറെ കാണിച്ചാൽ മതി. ഞാൻ കാണിച്ചോളാം. ആഹാ, എടാ നീ ഒരു കാര്യം ചെയ്യും, ആ ഡീലർ മീറ്റിന് നീ പോ, ചെറുപ്പിയും കൊണ്ട്. അതൊന്നും പറ്റൂല. അത് അത് പറ്റൂല, അതിന് ഞാൻ തന്നെ പോവും. ഏട്ടത്തി എങ്ങനെ പോകാൻ? ഏട്ടത്തി മുഖം വെച്ചുകൊണ്ട് ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ചാൽ തന്നെ ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചക്കെങ്കിലും മിനിമം എടുക്കും. അതൊന്നും കുഴപ്പമില്ല. ഡീലർ മീറ്റിങ്ങിന് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പോയിക്കോളാം. ഏട്ടാ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ഈ മുഖം വെച്ചിട്ട് കൊണ്ടുപോകാൻ ഏട്ടന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തോന്നും മിണ്ടാത്ത, ഞങ്ങൾ തന്നെ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. ആ, ഞങ്ങൾ ആയിക്കോളാം. പ്രശ്നമണ്ണ നല്ല ഡോക്ടറെ കാണിക്കും. ഞാൻ കാണിച്ചോളാം എന്ന് പറഞ്ഞില്ലേ, പോയി അങ്ങോട്ട്. അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. സമാധാനമായല്ലോ, അതും കൂടെ കാണിച്ചു കൊടുത്തപ്പോ സമാധാനമായല്ലോ. ഏട്ടാ, എന്നാലും എന്തായിട്ട് ഇത് പറ്റിയത്? എടി, നമുക്ക് ഡോക്ടറിനെ കാണിക്കാം. ഡോക്ടറെ ഒക്കെ കാണിക്കാം, പക്ഷെ ഡീലർ മീറ്റിങ്ങിന് ഞാൻ തന്നെ പോകും. ആ പെണ്ണും ഞാൻ പോകേണ്ട അടുത്ത് പോകണ്ട കേട്ടോ. ഷോ, എന്റെ മോഹം, എന്റെ ദൈവമേ, ശരിയാവും. ഏട്ടാ ഇപ്പൊ തന്നെ പോയി, ഇപ്പൊ ഡോക്ടർ ഉണ്ടാവോ? ഈ ഡോക്ടർ ഒന്ന് എണീറ്റോട്ട്. അയ്യോ, എന്നാലും കാണിക്കണ്ടേ കേട്ടോ. ഞാൻ റെഡി ആവട്ടെ, മേക്കപ്പ് ഇട്ടിട്ട് പോവാ ഡോക്ടറിന്റെ അടുത്ത്. ഇതിന്റെ കൂടെ മേക്കപ്പും കൂടെ. എന്റെ ജീവിതം പോയി, മോഹം പോയി. ഇത് നീ കരയാതെ, നമുക്ക് ഡോക്ടറിനെ കണ്ട്. എന്റെ മോള്, അല്ല, നീ സുരഭയും കൂടെ പോന്നെന്ന് പറഞ്ഞപ്പോ എന്തുവാ അവള് പറഞ്ഞത്? അവസാനം ഏട്ടത്തിനെ വെക്കളാന്ന് പറഞ്ഞമ്മ. ഏട്ടത്തേനെ പൊക്കോളാം. എന്നാ പിന്നെ പോയച്ചിപ്പോ വരുമല്ലോ, നമുക്ക് കാണാം എന്തുവാന്നുള്ളത്. ആർക്കറിയാം എൻ്റെ പൊന്നു മോനെ. ഇറങ്ങി വരട്ടെ, രണ്ടിനൊന്നും അറിയാപ്പോഴും. ചേട്ടത്തി പോന്നെ, ചേട്ടത്തി പോട്ടെ. പോട്ടെ, 2 ദിവസത്തെ തയ്യാറെടുപ്പല്ലേ. പോട്ടെ പോട്ടെ. അവളെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, സകലതും പൊളിഞ്ഞിട്ടുമുണ്ട്. ഏട്ടാ, എന്താ ഏട്ടത്തിന്റെ തീരുമാനം? മാറ്റം തന്നെ ഉണ്ടോ? എവിടെ നിന്ന്? ഇതാരാ? എന്റെ ഭാര്യ ഇതിനെ? യോ, എന്താ പറ്റിയടാ? പോന്നുണ്ടോ? മീറ്റിങ്ങിന് പോന്നുണ്ടോ? ഞാൻ പോവും. ആ, അപ്പൊ ഈ പർദ്ദയൊക്കെ എവിടുന്ന് കിട്ടി? ഇത് കോളേജിൽ ഒരു ആവശ്യത്തിന് പണ്ട് വാങ്ങിച്ചു വെച്ചിരുന്നതാ. ഷോ, ഉർവശി ശാപ ഉപകാരമായി എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞല്ലേ. എന്തിനു വാങ്ങിച്ചോ, എപ്പം വാങ്ങിച്ചോ, ഏതായാലും ഈ സമയത്ത് ഇതൊന്ന് പ്രയോജനപ്പെട്ടു. അത് പറഞ്ഞാൽ മതിയല്ലേ. ശരി, പോയിച്ചു. അല്ല മക്കളെ, ഞാൻ മോളോടൊരു കാര്യം ചോദിക്കണം. മോളുടെ അമ്മയുടെ പേരെന്തോന്ന് ചോദിച്ചാൽ എന്തോ പറയും?
മുണ്ടാസ് മേനോൻ. ശ്ശോ, വേറെ ഇടയ്ക്ക് എന്തോ ചേർക്കാൻ പറ്റൂടാ, വല്ല ജോസഫ് എന്നോ നായരെന്നോ കൊണ്ട് ചേർത്തെങ്കിലും ഒരു മതമൈത്രി ആയി പോയായിരുന്നു. ആ പോട്ടെ, ഇതിനെന്തോ അറിയാം. ആ ആ നോക്കി കണ്ടൊക്കെ പോണേ, തട്ടിത്തടഞ്ഞ് വീഴരുത് ഇതൊക്കെ കൂടി ഇട്ട്. ഹോ, പിടിവാശി. കാര്യമൊന്നും ഇല്ലെങ്കിലും ശരി, വാശി. ഞാൻ വിചാരിച്ചിടത്ത് കാര്യങ്ങൾ നടക്കണമെന്ന്. അമ്മന്റെ അത് പറയുമ്പോ എന്നെ നോക്കണത്? അയ്യോ, ചേടാ എന്ത് ചെയ്യുന്നു?